ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റായി 45-കാരനായ നിതിൻ നബിൻ ഔദ്യോഗികമായി ചുമതലയേറ്റു. ആ പദവി വഹിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നേതാവായി. ജനുവരി 26-ന് നടക്കുന്ന 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിന് സാക്ഷ്യം വഹിക്കാൻ വിവിധ മേഖലകളിൽ നിന്നുള്ള ഏകദേശം 10,000 പ്രത്യേക അതിഥികളെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ജനുവരി 21-ന് ഭാരത് മണ്ഡപത്തിൽ ആരംഭിക്കുന്ന 2026-ലെ ഇന്ത്യ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റ് 2026-ന് ആതിഥേയത്വം വഹിക്കുമെന്ന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. വേൾഡ് ഇക്കോണമിക് ഫോറം 2026-ൽ മഹാരാഷ്ട്ര സർക്കാർ $multi-billion ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു. ആന്ധ്രാപ്രദേശിൽ ഒരു ഫുഡ് ക്ലസ്റ്റർ സ്ഥാപിക്കാൻ UAE സമ്മതിച്ചു. ഇന്ന് ആഭ്യന്തര സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിലെത്തിയിരിക്കുന്നു. 24K സ്വർണം ഗ്രാമിന് 14,728 രൂപയായി ഉയർന്നു. ഒറ്റ ദിവസം കൊണ്ട് 100 ഗ്രാമിന് 10,000 രൂപയിൽ അധികം വില ഉയർന്നിരിക്കുന്നു. ഡൽഹിയിൽ 3 ദിവസമായി തുടരുന്ന വായു മലിനീകരണം ഇന്ന് നേരിയ തോതിൽ മെച്ചപ്പെട്ടിരിക്കുന്നു.